അതെ അമ്മേ, നമ്മൾ എത്ര വാശി പിടിച്ചാലും മൈഥിലി കുഞ്ഞിനെ കൊണ്ട് പോവും. പോലീസും നിയമവും ഒക്കെ അവരുടെ കൂടെ. എതിർത്ത് നിന്നാലും തോറ്റു പോവുകയുള്ളൂ. തോൽക്കൊന്ന് ഉറപ്പുള്ളൊരു കളിക്ക് നിൽക്കാതിരിക്കുന്നതല്ലേ അമ്മേ നല്ലത്. മൈഥിലി വന്നത് കുഞ്ഞിനെ കൊണ്ടുപോകാനല്ലേ? ജഗദീഷിന്റെ കാര്യം പറഞ്ഞ അവള് കേക്കോ? കാർത്തിക്കുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞ അവള് സമ്മതിക്കൂ? നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊരു കോംപ്രമൈസിന് തയ്യാറാവുകയാണെങ്കിൽ ഞാൻ മൈഥിലിയോട് സംസാരിച്ച് തീർപ്പാക്കി തരാം. എന്ത് കോംപ്രമൈസ്? കുഞ്ഞിനെ കൊണ്ടുപോകാതിരിക്കാൻ മൈഥിലിക്കൊരു ഉപാധിയുണ്ട്. എന്ത് ഉപാധി? എന്തും ചെയ്യാന്ന് നീ കരഞ്ഞോണ്ട് പറയുമ്പോഴെങ്ങനെ ഞാനത് ചെവിക്കൊള്ളാതെ പോകുന്നത്? ഒരേ ഒരു ഉപാധിയേ എനിക്കുള്ളൂ. ഇവിടെ ഈ ചെമ്പകമംഗലത്ത് കാർത്തിക്കിന്റെ ഭാര്യയായി എനിക്ക് കഴിയാൻ സാധിക്കണം. അതിൽ കുറഞ്ഞതൊന്നും എനിക്ക് വേണ്ട. പറ്റില്ലെങ്കിലോ? ഇപ്പൊ നീ എന്റെ കുഞ്ഞിനെ കൈകലാക്കി വെച്ചിരിക്കുന്നു. ഇനി ഞാൻ എന്റെ കാർത്തിയേട്ടനെ കൂടി നിനക്ക് വിട്ടുതരണോ? കാർത്തിയേട്ടൻ ഞാൻ കാണാത്ത ആളൊന്നും അല്ലല്ലോ അയാള്. നിനക്ക് മുൻപേ ആദ്യം കണ്ടത് ഞാൻ. അയാളുടെ കൂടെ ആദ്യം ജീവിച്ചതും അയാളുടെ കുഞ്ഞിനെ പ്രസവിച്ചതും ഞാൻ. എനിക്ക് നിന്റെ അനുവാദത്തിന്റെ ആവശ്യമില്ല. ആവശ്യമുണ്ട്. മീനാക്ഷിയുടെ അനുവാദം ഇല്ലാതെ നിനക്കിവിടെ താമസിക്കാനോ കാർത്തിയെ സ്വന്തമാക്കാനോ ആവില്ല. കാർത്തിക്കിന് വേണ്ടാത്തോണ്ടല്ലേ നീ മറ്റൊരാളോടൊപ്പം പോയത്? നീ അന്ന് കാർത്തിക്കിനെ ഉപേക്ഷിച്ച് പോയപ്പോ അവന് താങ്ങായും തണലായും കൂടെ നിന്ന് സ്നേഹിച്ചത് മീനാക്ഷിയാ. അവന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ നിനക്കും കയറി വന്ന ഇവൾക്കും ഒരേ സ്ഥാനമാണെന്ന് മൈഥിലി തെറ്റിദ്ധരിക്കണ്ട. കാർത്തിക്കിന് ഇനി മീനാക്ഷി മതി. ആദ്യ ഭാര്യയായ മൈഥിലി ആവശ്യമില്ല. ഓ, രണ്ടാം ഭാര്യയുടെ പ്രത്യേകതകൾ ഇവളെക്കാളും അറിയുന്നത് നിങ്ങൾക്കാണല്ലോ. ജയറാമിനും മാധുരിക്ക് പകരം നന്ദിനി മതിയായിരിക്കും. പക്ഷേ കാർത്തിക്കിനും മൈഥിലിക്ക് പകരം ആവില്ല ഒരു മീനാക്ഷിയും. അല്ലെങ്കിലും ഇവരോട് എനിക്കൊന്നും പറയാനില്ല. പറയാനുള്ളതേ നിന്നോടാ. ഇനി പറയ്, ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് സമ്മതമാണോ? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശരി, ഞാൻ ആദ്യമേ പറഞ്ഞു ഒരേ ഒരു ഉപാധിയേ എനിക്കുള്ളൂന്ന്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. പറ്റില്ലെന്ന് നീയും പറഞ്ഞു. ഇനി ഈ സംഭാഷണം തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.